അപ്പോ ഇപ്പോൾ മാറിയ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠത്തിലെ ലാസ്റ്റ് സെക്ഷന്റെ പേര് ടു കോഡ്സ് എന്നായിരുന്നു. എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 2 കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ. അത് പുസ്തകം മാറിയപ്പോ പുതിയ പുസ്തകത്തിൽ 10ാമത്തെ ഒരു ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ചാപ്റ്ററിന്റെ പേര് സർക്കിൾസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കീർത്തനെ ആ ടെക്സ്റ്റ് എടുത്തിട്ട് ആ എക്സസൈസ് 1-ലെ 1ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. തന്നെ വായിച്ചു. ഡ്രോ എ റെക്ടാംഗിൾ വിത്ത് വിഡ്ത്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റർ. ശ്രദ്ധിക്കുക, ഈ പുതിയ പാഠപുസ്തകത്തിൽ വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണ്, നീളമാണ്. ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വീതിയാണ്, ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്കൊരു റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. പുതിയ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 5ഉം 4ഉം. ഓക്കെ, ഇനി 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇതേ ഏരിയ വരുന്ന, ഇതേ പരപ്പളവ് വരുന്ന മറ്റൊരു റെക്ടാംഗിൾ, മറ്റൊരു ചതുരം നമ്മൾ വരയ്ക്കണം. എന്നിട്ട് അതിന്റെ വിഡ്ത്ത് അഥവാ ലെങ്ത് എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? 6. പക്ഷെ അവിടെ എന്തോ ഒരു കാര്യം മിസ്സിംഗ് അല്ലേ? എന്തില്ല? അതിന്റെ ഹൈറ്റ് അഥവാ ബ്രെഡ്ത്ത് ഇല്ല. പക്ഷെ ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. 1ാമത്തേതിന്റെ ഏരിയ എന്താണോ, പരപ്പളവ് എന്താണോ, അത് തന്നെ ആയിരിക്കണം 2ാമത്തേതിന്റെയും ഏരിയ, പരപ്പളവ്. ഓക്കെ, ശരി. അടുത്തത്. ഇതേ ഏരിയ വരുന്ന ഒരു സ്ക്വയർ, ഒരു സമചതുരം നമ്മൾ വരയ്ക്കുകയും ചെയ്യണം. തുടങ്ങാമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ആദ്യമേ ചാടിക്കയറി നമ്മൾ കൺസ്ട്രക്ഷനിലോട്ട് പോകരുത്. 1-2 കാര്യങ്ങൾ ആദ്യം ഒന്ന് ചെയ്യണം. ഇരിക്കും, എഴുതിക്കോളൂ. റെക്ടാംഗിൾ 1, റെക്ടാംഗിൾ 1, റെക്ടാംഗിൾ 1 അല്ലെങ്കിൽ ഫസ്റ്റ് റെക്ടാംഗിൾ. ഓക്കെ, ഇതിന്റെ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും കുറിച്ച് ചോദ്യത്തിൽ എന്തെങ്കിലുമൊക്കെ സൂചനയുണ്ടോ? ഇല്ലേ? ഉണ്ട്, പറഞ്ഞാട്ടെ. ലെങ്ത് ഈക്വൽ 5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് ഈക്വൽ 4 സെന്റിമീറ്റർ. നമ്മൾ ഇതിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കുന്നു. എത്ര വരും? ഉണ്ടെന്നില്ല. എത്ര വരും? L into B. 5 into 4 ഈക്വൽ 5 into 4 ഈക്വൽ 20 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. 1ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ മറ്റൊരു റെക്ടാംഗിളിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ 1 എന്ന സബ് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. റെക്ടാംഗിൾ 2. യെസ്, റെക്ടാംഗിൾ 2. റെക്ടാംഗിൾ 2 അല്ലെങ്കിൽ സെക്കൻഡ് റെക്ടാംഗിൾ. അടുത്ത വരിയിൽ ലെങ്ത് ഈക്വൽ എത്രയാണ്? 2ാമത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ. അതിന്റെ ബ്രെഡ്ത്ത് എത്ര എന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ടോ? അതിന്റെ ബ്രെഡ്ത്ത് എത്ര എന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോ ബ്രെഡ്ത്ത് ഈക്വൽ നമ്മൾ തൽക്കാലത്തേക്ക് എന്തെടുക്കുന്നു? ബി എന്നെടുക്കുന്നു. എന്തെടുക്കുന്നു? ബി. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ഹിന്റ് പറയുന്നില്ല. എന്തോ ഹിന്റ്? ഈ 2 എണ്ണത്തിന്റെയും ഏരിയ, പരപ്പളവ് എങ്ങനെയാണ്? സെയിം ആണ്. അപ്പൊ ഏരിയ ഈക്വൽ 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? വിച്ച് ഇംപ്ലൈസ് L into B ഈക്വൽ 20. L into B ഈക്വൽ, ഇതിലെ L എത്ര? 6. അപ്പൊ 6 into B ഈക്വൽ 20. അങ്ങനെയാണെങ്കിൽ B ഈക്വൽ 20 divided by 6. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാണ്ട്
3 എന്ന് പറയുന്ന ഒരു വിലയാണ് കിട്ടുന്നത്. അതൊരു റെക്കറിംഗ് ഡെസിമൽ ആണ്, ഇങ്ങനെ ആവർത്തിച്ച് പോകുന്ന നമ്പറാണ്. അത് നമുക്ക് എവിടെ എടുക്കാൻ പറ്റില്ല? എവിടെ എടുക്കാൻ പറ്റില്ല? സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മളൊരു ഐഡിയ പ്രയോഗിക്കുന്നത്. എഴുതിക്കോളൂ. പി എ ഇൻറ്റു പി ബി ഈക്വൽ പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി ഈക്വൽ പി സി ഇൻറ്റു പി ഡി. ഓക്കെ. ഇതിലെ പി എയുടെ സ്ഥാനത്തോട്ട് എന്തെഴുതും? 5 ഇൻറ്റു പി ബിയുടെ സ്ഥാനത്തോട്ട് 4, പി സിയുടെ സ്ഥാനത്തോട്ട് 6 ഇൻറ്റു പി ഡിയുടെ സ്ഥാനത്തോട്ട് 20/6. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് വേണം ഇതിന്റെ കൺസ്ട്രക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഇത്രയും കാര്യം പിടികിട്ടിയോ? ഹലോ, ഇത്രയും കാര്യം പിടികിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ്. കൃഷ്ണാഞ്ജലിക്ക് ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി. വായിച്ചു നോക്കുക, മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. നോക്കിക്കോളൂ. നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1 ഇപ്പൊ ഫോട്ടോ കോപ്പിയിൽ നോക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടങ്ങ് വരച്ചാൽ മതി. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് തുടങ്ങുകയാണ്. ആദ്യം ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? 5. ഒരു ആദ്യം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പറിന്റെ നടുക്കോട്ട് 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ആ വരയ്ക്ക് എ ബി എന്ന് പേര് കൊടുക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പറിൽ എ ബി എന്ന് പറയുന്ന ഒരു വര വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ നീളത്തില്? 5 സെന്റിമീറ്റർ നീളത്തിൽ. 2, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സഹായം തേടാം. ഒന്നുകിൽ പ്രൊട്രാക്ടർ, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ. ഒന്നുകിൽ പ്രൊട്രാക്ടർ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ. ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ സഹായത്തോടു കൂടി എയിലും ബിയിലും 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? നോക്ക, എന്റെ കൂടെ വരച്ചോണം. പ്രൊട്രാക്ടർ വെച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ എയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ബിയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ബിയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത്ര ഓക്കെ ആണല്ലോ? ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഈ എയും 90 ഡിഗ്രിയും കൂടെ യോജിപ്പിക്കാം. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ബിയും 90 ഡിഗ്രിയും കൂടെ യോജിപ്പിക്കാം. അത്രയും വരെ ഓക്കെ ആണോ? ആണോ? ഇനി നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് എത്ര? ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് 4. ഈ 4 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസിൽ എടുക്കണം. 4 സെന്റിമീറ്റർ എന്തിനെടുക്കണം? കോമ്പസിൽ എടുത്തോട്ടെ. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. എടുത്തോ. കോമ്പസിന്റെ മുന എയിൽ കുത്തി മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന ബിയിൽ കുത്തി മറ്റൊരാർക്കും വരയ്ക്കാം. കോമ്പസിന്റെ മുന അഭിനവേ എയിൽ കുത്തി മുകളിൽ ഒരാർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന ബിയിൽ കുത്തി മുകളിൽ മറ്റൊരാർക്ക് വരയ്ക്കാം. ബിക്ക് മുകളിലുള്ളതിന് സിയും എക്ക് മുകളിലുള്ളതിന് ഡി എന്നും പേര് കൊടുക്കാം.
ഓക്കെ, എന്നിട്ട് ഈ സിയും ഡിയും കൂടെ യോജിപ്പിക്കാം. സിയും ഡിയും കൂടെ യോജിപ്പിക്കാം. എന്നിട്ട് മെഷർമെന്റ് എഴുതുക. 5, 5, 4, 4. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ തന്ന ഫോട്ടോ കോപ്പിയിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് വായിച്ചേ. കൺസ്ട്രക്ട് റെക്ടാംഗിൾ ABCD വിത്ത് AB ഈക്വൽ 5 സെന്റിമീറ്റർ ആൻഡ് AD ഈക്വൽ, അവിടെ പെൻസിൽ കൊണ്ടൊന്ന് ടിക്കിട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ അടുത്തത് ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് വരച്ചോളുക. വേണ്ടേ, ഈ AD എന്ന് പറയുന്ന വശം ഒന്ന് താഴോട്ട് നീട്ടി വരയ്ക്കണം. AD എന്ന് പറയുന്ന വശം ഒന്ന് താഴോട്ട് നീട്ടി വരയ്ക്കാം. AD എന്ന് പറയുന്ന വശം താഴോട്ട് നീട്ടി വരയ്ക്കാം. കൃഷ്ണാഞ്ജലിക്ക് സ്റ്റെപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ വരച്ചപ്പോ കീർത്തനയ്ക്ക് ഒരു സംശയമുണ്ട്. സാധാരണ സാറന്മാര് പറയുന്നത് ഇത്ര സെന്റിമീറ്റർ താഴോട്ട് വരയ്ക്കാനാണ്. ഞാൻ എന്തോ പറഞ്ഞത്? അതൊന്ന് താഴോട്ട് നീട്ടി വരയ്ക്കാനാ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം, ഒരു 6 സെന്റിമീറ്റർ കോമ്പസ് എടുക്കണം. എത്ര സെന്റിമീറ്റർ ആണ്? 6. 6 സെന്റിമീറ്റർ കോമ്പസ് എടുക്കാം. 6 സെന്റിമീറ്റർ വേണ്ടേ? കോമ്പസിന്റെ മുന എയിൽ കുത്തി താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കാം. കോമ്പസിന്റെ മുന എയിൽ കുത്തി താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കാം. എത്ര സെന്റിമീറ്റർ ആണ്? 6. ആ പോയിന്റിന് ഇ എന്ന് പേര് കൊടുക്കാം. അപ്പൊ നിങ്ങളിത് കാണാൻ പഠിക്കരുത്. ഈ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 6 സെന്റിമീറ്റർ ആരാണെന്ന് അറിയാമോ? ഇല്ല, ചോദ്യത്തിൽ കിടപ്പുണ്ട്. രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ് 6 സെന്റിമീറ്റർ. ആ 6 സെന്റിമീറ്റർ ആണ് ഈ താഴോട്ട് എന്ത് ചെയ്തത്? നീട്ടി വരച്ചത്. ഇതിന് പകരം വേറൊരു ക്വസ്റ്റ്യൻ വന്നാലും ആ രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്ര ആണോ അത് വേണം താഴോട്ട് എന്ത് ചെയ്യാൻ? നീട്ടി വരയ്ക്കാൻ. ഐഡിയ പിടി കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്തത് ഈ AB എന്ന് പറയുന്ന വര ഒന്ന് ലെഫ്റ്റിലോട്ട് നീട്ടി വരയ്ക്കാൻ. ഓക്കെ, സ്വാഭാവികമായിട്ടും അടുത്തൊരു സംശയമുണ്ട്. അത് എത്ര സെന്റിമീറ്റർ ആണ് നീട്ടി വരയ്ക്കേണ്ടത്? എത്രയെന്നറിയോ? ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എത്ര? 4. ഈ 4 സെന്റിമീറ്റർ ആണ് നമ്മൾ ലെഫ്റ്റിലോട്ട് നീട്ടി വരയ്ക്കുന്നത്. 4 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ട്. ഓക്കെ, എത്രയാണ്? 4. വേണ്ട, ആ പോയിന്റിന് F എന്ന് പേര് കൊടുക്കാം. ഇത്ര ഓക്കെ ആണോ? ആണ്. ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. ഇനി വേണ്ടേ, എഫും ഇയും കൂടെ യോജിപ്പിക്കാം. ബിയും ഇയും കൂടെ യോജിപ്പിക്കാം. ബിയും ഇയും കൂടെ യോജിപ്പിക്കാം. ഓക്കെ, അപ്പൊ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ആരെയാണ്? രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. ആരെയാണ് ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്? ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് ആണ് ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അത്ര ഓക്കെ ആണോ? നിങ്ങളുടെ ഫോട്ടോ കോപ്പിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് വായിച്ചേ. ഡ്രോ A equal 6 centimeter downwards and AF equal 4 centimeter
ടുവേഡ്സ് ലെഫ്റ്റ്. അപ്പൊ ടിക്ക് ഇടുക. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതൊക്കെ വരയ്ക്കാൻ ആര് പറഞ്ഞു? കൈ തിരിച്ചു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പായി. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 3യിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ എത്രാമത്തെ സ്റ്റെപ്പാണ്? സ്റ്റെപ്പ് നമ്പർ 3. ബോർഡിലേക്ക് നോക്കാം. ഈ ഇ എഫിന്റെയും ഈ ഇ ബിയുടെയും പെർപെൻഡിക്കുലാർ ബൈസെക്ടറുകൾ വരയ്ക്കണം. ഒന്നുകൂടെ, ആരുടെയൊക്കെയാണ്? ഇ എഫിന്റെയും ഇ ബിയുടെയും എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കണം. കോമ്പസിന്റെ മുന ഇയിൽ കുത്തിയോ? കോമ്പസിന്റെ മുന ഇയിൽ കുത്തിയോ? ഈ തൊട്ട് എഫ് വരെയുള്ള ദൂരത്തിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുത്തേ. ഈ തൊട്ട് എഫ് വരെയുള്ള ദൂരത്തിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുക്കാം കേട്ടോ. എന്നിട്ട് ഇ എഫിന്റെ താഴെയും ഒരാർക്ക് വരയ്ക്കുക, ഇ എഫിന്റെ മുകളിലും ഒരാർക്ക് വരയ്ക്കുക. ഇ എഫിന്റെ താഴെയും ആർക്ക് വരയ്ക്കണം, ഇ എഫിന്റെ മുകളിലും. വരയ്ക്കുന്ന ആർക്ക് വലിപ്പത്തിൽ വരച്ചോ. കോമ്പസിലെ അളവ് മാറ്റരുത്. കോമ്പസിന്റെ മുന എഫിൽ കുത്തിക്കൊണ്ട് താഴെയും ഒരാർക്ക് വരയ്ക്കുക, മുകളിലും ഒരാർക്ക് വരയ്ക്കുക. താഴെയും ഒരാർക്ക് വരയ്ക്കുക, മുകളിലും ഒരാർക്ക് വരയ്ക്കുക. ഈ രണ്ട് ആർക്കുകളും രണ്ട് പോയിന്റുകളിൽ കൂട്ടിമുട്ടിയോ? ഈ രണ്ട് ആർക്കുകളും രണ്ട് പോയിന്റുകൾ കൂട്ടിമുട്ടിയോ? ആ രണ്ട് പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തിക്കേ. ആ രണ്ട് പോയിന്റും ഒന്ന് അടയാളപ്പെടുത്തിക്കേ. അടയാളപ്പെടുത്തിയോ? ആ രണ്ട് പോയിന്റുകളും കൂടി സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് യോജിപ്പിക്കുക. ആ രണ്ട് പോയിന്റുകളും കൂടി സ്കെയിലും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിക്കാം. സൈസ് അറിയുന്നേ. അത് വിളിച്ചാ Read the lines below and answer the questions that follow. The topic there is the little away one. That is ഓക്കെ, നിങ്ങള് ആ 4 ആർക്കിന്റെയും കുറച്ചു പാർട്ട് അവിടെ നിർത്തിയിട്ട് ബാക്കി അങ്ങ് തുടച്ചേക്കാം. കുറച്ചു പാർട്ട് അവിടെ നിർത്തി ബാക്കി അങ്ങ് തുടച്ചേക്കാം. കുറച്ചു പാർട്ട് അവിടെ നിർത്തി ബാക്കി അങ്ങ് തുടച്ചേക്കാം. മൊത്തം തുടയ്ക്കരുത്, കുറച്ച് മാത്രം അവിടെ നിർത്തണം, ബാക്കി തുടച്ചേക്കാം. ഇപ്പൊ നമ്മൾ ആരുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു? മിണ്ടുന്നില്ല. ഇ എഫിന്റെ. ഇതുപോലെ ആരുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം? ആരുടെയാ? ഇ ബിയുടെ. വരയ്ക്കാമല്ലോ. അപ്പൊ എന്റെ കൂടെ വരച്ചോ നാട്ടെ. കോമ്പസിന്റെ മുന ഇയിൽ കുത്തുക. ഇ തൊട്ട് ബി വരെയുള്ള ദൂരത്തിന്റെ പകുതിയിൽ കൂടുതൽ ദൂരം കോമ്പസിൽ എടുക്കുക. താഴെ ഒരു ആർക്ക് വരയ്ക്കുക, മുകളിൽ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ. കോമ്പസിന്റെ മുന ബിയിൽ കുത്തുക, മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. വരച്ചോ? ഈ 4 ആർക്കും രണ്ടിടത്ത് കൂട്ടിമുട്ടിയോ? ആ രണ്ട് പോയിന്റും കൂടി സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. മുഹമ്മദ് സൈസർ വരച്ചു കഴിഞ്ഞു. ഇതിനകത്തോട് ഞാൻ വരച്ചു വരുമ്പോ അപ്പുറത്തോട് എനിക്ക് വരച്ചു. എടുത്തോ. ഓക്കെ, മുമ്പത്തെ കൂട്ട് തന്നെ ആർക്കിന്റെ കുറച്ചു പാർട്ട് മാത്രം അവിടെ നിർത്തി ബാക്കി അങ്ങ് തുടച്ചേക്കാം. ആർക്കിന്റെ കുറച്ചു പാർട്ട് മാത്രം അവിടെ നിർത്തുക, ബാക്കി തുടച്ചേക്കാം. ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ. കൃഷ്ണാഞ്ജലി, ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ ആണ് സർ.
ഇവിടം വരെ വരച്ചോ? ഇവിടം വരെ വരച്ചോ? ഈ രണ്ട് പെർപെൻഡിക്കുലാർ ബൈസെക്ടറുകളും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയോ? ആ പോയിന്റിന് O എന്ന പേര് കൊടുക്കാം. ആ പോയിന്റ് എന്ത് പേര് കൊടുക്കാം? ആ പോയിന്റ് എന്ത് പേര് കൊടുക്കാം? O. ഇത്ര ഓക്കെ ആണോ? ഹലോ, ഇത്ര ഓക്കെ ആണോ? ഇനി കോമ്പസിന്റെ മുന ഓയിൽ കുത്തുക. കോമ്പസിന്റെ മുന പെൻസിലിന്റെ മുന ബിയിലോ ഇയിലോ എഫിലോ എവിടെ വേണേലും വെക്കാം. പെൻസിലിന്റെ മുന ബിയിലോ ഇയിലോ എഫിലോ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരയ്ക്കാം. എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കാം. ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കാം. വരച്ചോ? ഈ സർക്കിള് ഈ ഡിക്ക് താഴെയുള്ള ഒരു പോയിന്റിലൂടെ കടന്നു പോയത് കണ്ടോ? ആ പോയിന്റിന് എച്ച് എന്ന പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം? ശ്രദ്ധിക്കാം. ഈ എ തൊട്ട് എച്ച് വരെയുള്ള ദൂരമാണ് നമ്മൾ മുമ്പേ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ഒരു 20/6 എന്ന് കണ്ടുപിടിച്ചില്ലയോ? ആ ബ്രെഡ്ത്താണ് എവിടം തൊട്ട് എവിടം വരെയുള്ള ദൂരം? എ തൊട്ട് എച്ച് വരെയുള്ള ദൂരം. എവിടം തൊട്ട് എവിടം വരെയുള്ള ദൂരം? എ തൊട്ട് എച്ച് വരെയുള്ള ദൂരം. ഇത്ര ഓക്കെ ആയോ എല്ലാവർക്കും? ഇന്ന് നമ്മുടെ റെക്ടാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഈ എ ബി എന്ന് പറയുന്ന വര വലത്തോട്ട് നീട്ടി വരയ്ക്കുക. ഈ എ ബി എന്ന് പറയുന്ന വര എങ്ങോട്ട് നീട്ടി വരയ്ക്കുക? വലത്തോട്ട് നീട്ടി വരയ്ക്കാം. എ ബി എന്ന് പറയുന്ന വര വലത്തോട്ട് നീട്ടി വരയ്ക്കാം. അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എത്ര സെന്റിമീറ്റർ നീട്ടി വരയ്ക്കേണ്ടതെന്ന്. നമ്മുടെ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എത്ര ആയിരുന്നു? രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എത്ര ആയിരുന്നു? രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. ആ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. എടുത്തോ? കോമ്പസിന്റെ മുന എയിൽ കുത്തി വലത്തോട്ട് ഒരാർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന എയിൽ കുത്തി വലത്തോട്ട് ഒരാർക്ക് വരയ്ക്കുക. വരച്ചോ? വരച്ചോ? ആ കട്ട് ചെയ്ത പോയിന്റിന് ജി എന്ന് പേര് കൊടുക്കാം. ആ കട്ട് ചെയ്ത പോയിന്റ് എന്ത് പേര് കൊടുക്കാം? കോമ്പസിലെ അളവ് മാറ്റിയിട്ടില്ലല്ലോ കീർത്തനെ? ഇല്ല. കോമ്പസിലെ അളവ് മാറ്റിയായിരുന്നോ? ആ 6 സെന്റിമീറ്റർ എന്നുള്ള അളവ് മാറ്റിയായിരുന്നോ? ഇല്ല. കോമ്പസിന്റെ മുന എച്ചിൽ കുത്തിക്കൊണ്ട് വലത്തോട്ടൊരാർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന എച്ചിൽ കുത്തിക്കൊണ്ട് വലത്തോട്ട് ഒരാർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന എയിൽ കുത്തിക്കൊണ്ട് വലത്തോട്ട് ഒരാർക്ക് വരയ്ക്കാം. വരച്ചോ? വരച്ചോ? ഇനി എ തൊട്ട് എച്ച് വരെയുള്ള ദൂരം കോമ്പസിലെടുക്കാം. എ തൊട്ട് എച്ച് വരെയുള്ള ദൂരം കോമ്പസിലെടുക്കാം. എടുത്തോ? എടുത്തോ? കോമ്പസിന്റെ മുന ജിയിൽ കുത്തിക്കൊണ്ട് മുകളിൽ ഒരാർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന ജിയിൽ കുത്തിക്കൊണ്ട് മുകളിലോട്ടൊരാർക്ക് വരയ്ക്കാം. വേണ്ടേ? ഈ പോയിന്റിന് ഐ എന്ന പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം? എന്ത് പേര് കൊടുക്കാം? ഐ. ഇനി എച്ചും ഐയും കൂടെ യോജിപ്പിക്കുക. എച്ചും ഐയും കൂടെ യോജിപ്പിക്കുക. ഐയും ജിയും കൂടെ യോജിപ്പിക്കാം. ഐയും ജിയും കൂടെ യോജിപ്പിക്കാം. ഐയും ജിയും കൂടെ യോജിപ്പിക്കാം. നമ്മുടെ കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്പ് നമ്മൾ മുമ്പ് എവിടം വരെയായിരുന്നു വായിച്ചു നിർത്തിയത്? ഹലോ, കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്പ് എവിടം വരെ വായിച്ചു നിർത്തിയേ? ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എഫ് ഇ ആൻഡ് ബി ഇ.
and mark their point of intersection as O. Okay, അടുത്ത സ്റ്റെപ്പ് draw a circle passing through B E F. Okay, construct a rectangle AHIG with AH as breadth and AG as. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ഈ പടത്തിനകത്തിലെ AHIG എന്ന് പറയുന്ന റെക്ടാംഗിൾ ഉണ്ടല്ലോ, അതൊന്ന് ഷെയ്ഡ് ചെയ്യുക. AHIG എന്ന് പറയുന്ന റെക്ടാംഗിൾ ഒന്ന് ഷെയ്ഡ് ചെയ്യുക. കൃഷ്ണാഞ്ജലിക്ക് കൺസ്ട്രക്ഷൻ മനസ്സിലായോ? ഓക്കെ, വരച്ചായിരുന്നോ? ഓക്കെ. എന്താണ് ഇതിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ? എന്താണ് ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ? ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ എന്ന് പറഞ്ഞാൽ ചോദ്യം തുടങ്ങുമ്പോ നമുക്കൊരു റെക്ടാംഗിളിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. ആ റെക്ടാംഗിളിന്റെ അതേ ഏരിയ വരുന്ന എന്ത് വരയ്ക്കണം? സ്ക്വയർ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? അപ്പൊ എഴുതുക 2 എന്ന് നമ്പർ ഇട്ടിട്ട് സബ് ക്വസ്റ്റ്യൻ നമ്പർ 2. സബ് ക്വസ്റ്റ്യൻ നമ്പർ 2. സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതുക. റെക്ടാംഗിൾ. സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 റെക്ടാംഗിൾ. റെക്ടാംഗിൾ എഴുതുക. ലെങ്ത് ഈക്വൽ എത്രയാണ്? ലെങ്ത് എത്രയാണ്? ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ കാര്യം തന്നെ ഈ പറയുന്നേ. 5. ലെങ്ത് ഈക്വൽ 5 സെന്റിമീറ്റർ. ലെങ്ത് ഈക്വൽ 5 സെന്റിമീറ്റർ ആണോ? അടുത്ത വരിയിൽ ബ്രെഡ്ത്ത് ഈക്വൽ ബ്രെഡ്ത്ത് ഈക്വൽ 4 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് ഈക്വൽ 4 സെന്റിമീറ്റർ. ഏരിയ ഈക്വൽ 5 into 4 ഈക്വൽ 20 സെന്റിമീറ്റർ. നമ്മൾ മുമ്പേ പാർട്ട് 1 ചെയ്തപ്പോഴും ഇത് ചെയ്താണ്. പക്ഷെ പാർട്ട് 2 വരുമ്പോ ഇതേ ഏരിയയുള്ള ആരെയാണ് വരയ്ക്കേണ്ടത്? ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ആരെയാ വരയ്ക്കേണ്ടത്? അപ്പൊ അടുത്ത ഹെഡിങ് എഴുതുക സ്ക്വയർ. അടുത്ത ഹെഡിങ് സ്ക്വയർ. അടുത്ത ഹെഡിങ് സ്ക്വയർ. എന്നിട്ട് ഒരു സ്ക്വയർ വേണമെങ്കിൽ ഒന്ന് റഫായിട്ട് വരയ്ക്കുക. ഒരു സ്ക്വയർ ഒന്ന് റഫായിട്ട് വരയ്ക്കാം. ഈ സ്ക്വയറിന് സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട ഒറ്റ മെഷർമെന്റ് അല്ലേ ഉള്ളൂ? അതാരാ? സ്ക്വയറിന്റെ പ്രധാനപ്പെട്ട മെഷർമെന്റ് അതിന്റെ സൈഡ്. ആരാണ്? ആ സൈഡ് എത്രാന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ടോ? ആ സൈഡ് എത്രാന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് എന്തെന്നെടുക്കും? എ എന്നെടുക്കും. എഴുതുക. 1 side ഈക്വൽ 1 side ഈക്വൽ 1 side ഈക്വൽ 1 side ഈക്വൽ എ. ബ്രാക്കറ്റിൽ സപ്പോസ് അപ്പൊ ഏരിയ ഈക്വൽ 20 സെന്റിമീറ്റർ സ്ക്വയർ. ആര് പറഞ്ഞു ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന്? ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. ആദ്യത്തെ റെക്ടാംഗിളിന്റെ അതേ ഏരിയയുള്ള ആരെയാണ് വരയ്ക്കേണ്ടത്? സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഇനി നോക്കുക. സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്തോ വരും? എ സ്ക്വയർ. അപ്പൊ വിച്ച് ഇംപ്ലൈസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 20. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഒരു സെക്കൻഡ് അങ്ങോട്ട് വരിക, തിരക്കാന്ന് എനിക്ക് മനസ്സിലായി. എ സ്ക്വയറിന്റെ വില 20 ആണെങ്കിൽ എയുടെ വില അപ്പൊ എ ഈക്വൽ √20. എ ഈക്വൽ, അപ്പൊ ഈ എ ആരാ? അപ്പൊ വിച്ച് എംപ്ലൈസ് 1 സൈഡ് ഈക്വൽ, ഒരു വശം സമം എ ഈക്വൽ
√20 സെന്റിമീറ്റർ. അപ്പോഴാണ് അവിടെ മറ്റൊരു പ്രശ്നം. എന്താ പ്രശ്നം? ഈ √20 എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് എവിടില്ല? നമ്മുടെ കൈവശമുള്ള സ്കെയിലിൽ ഇല്ല. അപ്പൊ നമ്മള് ഈ പാഠത്തിലെ മറ്റൊരു ഐഡിയ പ്രയോഗിക്കും. എഴുതിയാട്ടെ. PA ഇൻറ്റു PB ഈക്വൽ PC². ഇതിൽ PA യുടെയും PB യുടെയും സ്ഥാനത്ത് എന്തൊക്കെ എഴുതും? അപ്പൊ 5 ഇൻറ്റു 4 ഈക്വൽ PC² സ്ഥാനത്ത് ഇത്ര ഓക്കെ ആയല്ലോ? ഓൾ സ്റ്റാൻഡേർഡ്. ഇത്രയും വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. കൃഷ്ണാഞ്ജലിക്ക് ഇത്ര മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? ഹലോ, ഇനി എന്തിലോട്ട് പോവാം? കൺസ്ട്രക്ഷനിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് എഴുതിയിരിക്കുന്ന വായിച്ചാട്ടെ. കൺസ്ട്രക്ഷനിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് അഞ്ച്. PC √20. PC² √20 സ്ക്വയർ ഈക്വൽ 20. അപ്പൊ കിട്ടിയോ? അപ്പൊ എന്താണ് കൺസ്ട്രക്ഷന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്? കൺസ്ട്രക്ട് എ റെക്ടാംഗിൾ ABCD വിത്ത് AD ഈക്വൽ 5 സെന്റിമീറ്റർ ആൻഡ് AD ഈക്വൽ. ഇത് തന്നെയല്ലേ മുമ്പത്തെ കൺസ്ട്രക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? അങ്ങോട്ട് വരച്ചാട്ടെ. ആദ്യം 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ആദ്യം 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ആ വരയ്ക്ക് AB എന്ന പേര് കൊടുക്കാം. അടുത്ത പരിപാടി എയിലും ബിയിലും പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എയിലും ബിയിലും പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ. എയും ആ പോയിന്റും കൂടി സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് യോജിപ്പിക്കുക. ബിയും ആ പോയിന്റും കൂടി സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് യോജിപ്പിക്കാം. കൃഷ്ണാഞ്ജലി ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. നമ്മുടെ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എത്ര, വീതി എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നേ? എത്ര? 4. ആ 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. കോമ്പസിന്റെ മുന എയിൽ കുത്തി മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന ബിയിൽ കുത്തി മുകളിൽ ഒരു ആർക്ക് വരയ്ക്കാം. ബിക്ക് മുകളിലുള്ളതിന് സി എന്നും എക്ക് മുകളിലുള്ളതിന് ഡി എന്നും പേര് കൊടുക്കാം. എന്നിട്ട് സിയും ഡിയും കൂടി യോജിപ്പിക്കുക. മെഷർമെന്റോട് എഴുതിക്കോളൂ. 5, 5, 4, 4. ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ ആയോ? ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ ആയോ? ആയി. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ അവിടുന്ന് ടിക്കറ്റ് ആ ഫോട്ടോ കോപ്പിയിലെ ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ അവിടുന്ന് ടിക്കറ്റ് ഏക്കാം. ഏത്? അത് കുഴപ്പമില്ല. എന്താണ് അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വായിച്ചാട്ടെ.
എക്സ്റ്റെൻഡ് എ ബി അപ് ടു ഇ സച്ച് ദാറ്റ് ബി ഈക്വൽ ഈ എ ബി എന്ന് പറയുന്ന വശം നിങ്ങളൊന്ന് വലത്തോട്ട് നീട്ടി വരയ്ക്കണം. എ ബി എന്ന് പറയുന്ന വശം ഒന്ന് വലത്തോട്ട് എന്ത് ചെയ്യുക? ശരി, നല്ലവണ്ണം നീട്ടി വരച്ചോ. എ ബി എന്ന് പറയുന്ന വര അല്പം വലത്തോട്ട് നീട്ടി വരയ്ക്കുക. ഇനി എത്ര നീട്ടി വരയ്ക്കേണ്ടെന്ന് അറിയാവോ? 4. ഈ 4 ആരാ? ഈ 4 ആരാ? ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ ബ്രെഡാണ് ഈ വലത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പൊ 4 സെന്റിമീറ്റർ കോമ്പസിലെടുക്കാം. എടുത്തോ. കോമ്പസിന്റെ മുന ബിയിൽ കുത്തി വലത്തോട്ട് ഒരാർക്ക് അടയാളപ്പെടുത്തുക. കോമ്പസിന്റെ മുന ബിയിൽ കുത്തി വലത്തോട്ട് ഒരാർക്ക് അടയാളപ്പെടുത്തുക. ഇത് എത്ര സെന്റിമീറ്ററാ? 4. ഇതിനെന്താ പേര് കൊടുക്കാൻ പറഞ്ഞേ? ഇ. ഓക്കെ, അത്ര കഴിഞ്ഞല്ലോ. തീർത്തണേ. ഇനി ഞാൻ പറയുന്ന ഒരു സ്റ്റെപ്പ് എല്ലാരും ശ്രദ്ധിച്ച് കേട്ടിട്ട് വരയ്ക്കണം. അടുത്ത സ്റ്റെപ്പ് ഒന്ന് വായിച്ചേ. എല്ലാരും ബോർഡിലേക്ക് നോക്കാം. ഈ എ തൊട്ട് ഈ വരെയുള്ള ദൂരം ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ദിയ വിനോദ് നമ്മൾ ഒരു സെമി സർക്കിൾ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? സെമി സർക്കിൾ ആകട്ടെ സർക്കിൾ ആകട്ടെ വരയ്ക്കണമെങ്കിൽ ആദ്യം അതിന് സെന്റർ വേണമല്ലോ. അപ്പൊ സെന്റർ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം ഈ എ തൊട്ട് ഈ വരെയുള്ള വരയുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കണം. അറിയാലോ സംഗതി. ഞാൻ എളുപ്പമാർഗം പറഞ്ഞുതരാം. എ തൊട്ട് ഈ വരെ എത്ര സെന്റിമീറ്റർ നീളമുണ്ട്? 9. 5ഉം 4 ചേർന്ന 9. ഈ 9ന്റെ എന്ത് കണ്ടുപിടിച്ചാലും മതി? മിഡ് പോയിന്റ്. 9ന്റെ എന്ത് കണ്ടുപിടിച്ചാലും മതി? 9ന്റെ മിഡ് പോയിന്റ് എത്ര? 9ന്റെ മിഡ് പോയിന്റ് 4.5. അപ്പൊ എയിൽ നിന്ന് 4.5 സെന്റിമീറ്റർ വലത്തോട്ട് മാറി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ആ പോയിന്റിന് O എന്ന് പേര് കൊടുക്കാം. ആ പോയിന്റ് എന്ത് പേര് കൊടുക്കാം? ആ പോയിന്റ് എന്ത് പേര് കൊടുക്കാം? ഓ. അത്ര ഓക്കെ ആയോ? ഹലോ, അത്ര ഓക്കെ ആയോ? ഹലോ, അത്ര ഓക്കെ ആയോ? കോമ്പസിന്റെ മുന ഓയിൽ കുത്തുക. പെൻസിലിന്റെ മുന എയിലോ ഈയിലോ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ വരയുടെ താഴോട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഒരു ഭേദഗതി പറയാം. ഈ താഴോട്ട് വരയ്ക്കുന്നതിന് പകരം ഇത് മുകളിലോട്ട് വരച്ചാലും കറക്റ്റാണ്. കോമ്പസിന്റെ മുന ഓയിൽ കുത്തുക. പെൻസിലിന്റെ മുന എയിലോ ഈയിലോ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കാം. കൃഷ്ണാഞ്ജലി, ഇത്ര ഓക്കെ ആണോ? കൃഷ്ണാഞ്ജലി, ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ആ, ഇപ്പോൾ കൺസ്ട്രക്ഷനിലെ എത്രാമത്തെ സ്റ്റെപ്പായി? ഇപ്പോൾ കൺസ്ട്രക്ഷനിലെ എത്രാമത്തെ സ്റ്റെപ്പായി? 3. അടുത്ത സ്റ്റെപ്പ് വായിക്കോ. എക്സ്റ്റെൻഡ് സി ബി ഡൗൺവേർഡ്സ് സോ ആസ് ടു ടച്ച് ദ സെമി സർക്കിൾ അറ്റ്. നോക്കൂ, സി ബി എന്ന് പറയുന്ന വര നിങ്ങൾ താഴോട്ട് നീട്ടി വരയ്ക്കണം. എവിടം വരെ? സർക്കിളിൽ മുട്ടുന്നത് വരെ. ആ മുട്ടുന്നിടത്ത് എന്ത് പേര് കൊടുക്കുക? എച്ച് പേര് കൊടുത്തട്ടെ. വരയ്ക്കുക, പേര് കൊടുക്കാം. വരയ്ക്കുക, പേര് കൊടുക്കാം. ഓക്കെ. സി ഡി എന്ന് പറയുന്ന വര താഴോട്ട് നീട്ടി വരയ്ക്കുക. അത് സർക്കിളിൽ മുട്ടുന്നിടത്ത് എന്ത് പേര് കൊടുക്കുക? എച്ച് എന്ന് പേര് കൊടുക്കാം. ഇനി ആരോടും പറയത്തില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം. നമ്മൾ മുമ്പേ ഒരു റൂട്ട് 20 എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞില്ലായിരുന്നു. ആരാ ഈ റൂട്ട് 20? നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ്
ആ ഒരു സൈഡാണ് ആരെന്ന് പറയുന്നത്? ബി എച്ച്. ആരാണ്? അപ്പൊ ആ ബി എച്ചിന്റെ അവിടെ √20 എന്ന് എഴുതുക. ബി എച്ചിന്റെ അവിടെ √20. ഈ √20 ആരാണ്? നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡാണ് √20. ഇത്ര ഓക്കെ ആയോ? ഹലോ, ഇത്ര ഓക്കെ ആയോ? ഇനി ചെയ്യേണ്ട പരിപാടി, ഈ ബി തൊട്ട് എച്ച് വരെയുള്ള ദൂരം കോമ്പസിൽ അളക്കുക. ബി തൊട്ട് എച്ച് വരെയുള്ള ദൂരം കോമ്പസിൽ അളക്കുക. ബി തൊട്ട് എച്ച് വരെയുള്ള ദൂരം കോമ്പസിൽ അളക്കുക. അളന്നോ? ആ അളവ് ബിയിൽ കുത്തിക്കൊണ്ട് ആ വരയിൽ വലത്തോട്ടൊരാർക്ക് വരയ്ക്കുക. ബിയിൽ കുത്തിക്കൊണ്ട് വലത്തോട്ട് ഒരാർക്ക് വരയ്ക്കുക. ആ കട്ട് ചെയ്ത പോയിന്റിന് എഫ് എന്ന പേര് കൊടുക്കാം. ആ കട്ട് ചെയ്ത പോയിന്റ് എന്ത് പേര് കൊടുക്കാം? എഫ്. കോമ്പസിൽ അളവ് മാറ്റിയിട്ടില്ലല്ലോ. കോമ്പസിന്റെ മുന എച്ചിൽ കുത്തി വലത്തോട്ടൊരാർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന എച്ചിൽ കുത്തി വലത്തോട്ട് ഒരാർക്ക് വരയ്ക്കുക. അടുത്തത് കോമ്പസിന്റെ മുന എഫിൽ കുത്തി താഴോട്ടൊരാർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ മുന എഫിൽ കുത്തി താഴോട്ട് ഒരാർക്ക് വരയ്ക്കാം. അപ്പൊ ആ രണ്ടാർക്കൂടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ? അതിന് ജി എന്ന് പേര് കൊടുക്കുക. എന്ത് പേര് കൊടുക്കുക? ജി എന്ന് പേര് കൊടുക്കുക. അത്ര ഓക്കെ ആയോ? ആ, ഇനി എച്ചും ജിയും കൂടെ യോജിപ്പിക്കുക. എച്ചും ജിയും കൂടെ യോജിപ്പിക്കാം. എഫും ജിയും കൂടെ യോജിപ്പിക്കാം. ഓക്കെ. അപ്പോൾ കീർത്തനെ നമുക്ക് ബി എഫ് ജി എച്ച് എന്ന് പറയുന്ന ഒരു സ്ക്വയർ കിട്ടിയോ പടത്തിനകത്ത്? ബി എഫ് ജി എച്ച് എന്ന് പറയുന്ന ഒരു സ്ക്വയർ കിട്ടിയോ? ആ സ്ക്വയർ ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുന്ന സ്ക്വയർ. നമ്മൾ ആദ്യം ഒരു ABCD എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ വരച്ചില്ലയോ? അതിന്റെ ഏരിയ എത്രയായിരുന്നു? അതിന്റെ ഏരിയ എത്രയായിരുന്നു? 20. അതേ ഏരിയ തന്നെയാണ് ഈ സ്ക്വയർ ആയ BFGH-ന്റെയും ഏരിയ. ഇത്രയും കാര്യം ഓക്കെ ആയല്ലോ? ശരി. കൃഷ്ണാഞ്ജലിക്ക് ഇത്ര മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. മറ്റൊരു രീതിയിൽ ചോദിക്കാം. എഴുതിക്കോളൂ ചോദ്യം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 square centimeters. Draw a square of area 15 square centimeter. Draw a square of area 15 square centimeter. നമ്മൾ ഇപ്പൊ ചെയ്ത ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞു, ആ ചോദ്യവും ഇപ്പൊ എഴുതി വച്ചേക്കുന്ന ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം, ഒരു വ്യത്യാസവും ഇല്ല. ആ ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. എന്നിട്ടാണ് അവർ രണ്ടാമത്തെ പാർട്ടിൽ ആവശ്യപ്പെട്ടേക്കുന്നത് ആ റെക്റ്റാങ്കിളിന്റെ അതേ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. ഇവിടെ റെക്റ്റാങ്കിളിനെ കുറിച്ച് കീർത്തനം ഒന്നും പറയുന്നില്ല. ആകെ ആരെ കുറിച്ച് മാത്രം?
സ്ക്വയറിനെ കുറിച്ച് മാത്രം. സ്ക്വയറിനെ കുറിച്ച് എന്തോ പറഞ്ഞേക്കുന്നത്? അപ്പൊ എഴുതുക, ആദ്യം സ്ക്വയർ എന്ന് എഴുതുക. ആദ്യം സ്ക്വയർ എന്ന് എഴുതുക. എന്നിട്ട് റഫായിട്ടൊരു സ്ക്വയർ വരയ്ക്കുക. റഫായിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാം. ഈ സ്ക്വയറിന്റെ പ്രധാനപ്പെട്ട മെഷർമെന്റ് ഏതാ? അതിന്റെ ഒരു സൈഡ്. അതിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ ചോദ്യത്തിൽ? ഇല്ല. അപ്പൊ എഴുതുക, വൺ സൈഡ് ഈക്വൽ ഒരു വശം സമം ഒരു വശം സമം എ. ഏരിയ ഈക്വൽ, ക്വസ്റ്റ്യന് പറയുന്നുണ്ട് എത്രയാണ് ഏരിയ എന്ന്. 15 സ്ക്വയർ സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ സ്ക്വയർ ആണോ? 15 സെന്റിമീറ്റർ സ്ക്വയർ, 15 സെന്റിമീറ്റർ സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്തോ വരും? അപ്പൊ വിച്ച് എംപ്ലൈസ് എ സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ 15 ആണെങ്കിൽ എ എത്ര വരും? എ ഈക്വൽ √15. ഈ എ ആരാണ്? വൺ സൈഡ് ഈക്വൽ ഒരു വശം സമം എ ഈക്വൽ √15 സെന്റിമീറ്റർ. ഇവിടെ വേണ്ട വീണ്ടും മറ്റൊരു പ്രശ്നം എന്താണ്? ഈ √15 എന്ന് പറയുന്ന മെഷർമെന്റ് ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ കണക്കിൽ എന്തോ പ്രയോഗിച്ച ഐഡിയ? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. എത്രയാണ് പി എ? അതിനു മുമ്പായിട്ട് പി സി സ്ക്വയറിന്റെ സ്ഥാനത്തോട്ട് എത്ര എന്ന് എഴുതുക? കഴിഞ്ഞ കണക്കിനകത്ത് പി എയും പി ബിയും നമുക്ക് ക്വസ്റ്റ്യനകത്തെയും തന്നെ എഴുതായിരുന്നു. ഇവിടെ പി എയും പി ബിയും നമ്മളായിട്ട് എന്ത് ചെയ്യണം? എത്ര വരും? രണ്ടുപേരെ ഗുണിക്കുമ്പോ ഉത്തരം 15 വരണം. ഏതാ? 1 × 15 ഉണ്ട്. പക്ഷെ അത് കൺസ്ട്രക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതെടുക്കുന്നത്? 3 ഇൻറ്റു അതിലെ വലിയ ആളിനെ നമ്മൾ ആദ്യം എഴുതുന്നു 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു. ആക്ച്വലി ഇത് എന്തോ ഐഡിയ എന്നറിയാമോ? 5 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ അല്ലേ 15 അല്ലേ? അതേ ഏരിയ തന്നെ ആയിരിക്കും ഒരു സൈഡിന്റെ ലെങ്ത് √15 വരുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയ. റെക്ടാങ്കിളിന്റെ അതേ ഏരിയയുള്ള എന്ത് വരയ്ക്കാൻ പോവാണ്? പക്ഷെ ഇവിടെ എന്ത് വരയ്ക്കണ്ട? റെക്ടാങ്കിൾ വരയ്ക്കണ്ട. അല്ലെങ്കിൽ മുമ്പത്തെ കൂട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ? ആദ്യം തന്നിരിക്കുന്ന മെഷർമെന്റിൽ എന്ത് വരയ്ക്കുക? 5 ലെങ്തും 3 ബ്രെഡ്ത്തും ഉള്ള റെക്ടാങ്കിൾ ആദ്യം വരയ്ക്കുക. ആ റെക്ടാങ്കിളിൽ നിന്ന് സ്ക്വയർ ഉണ്ടാക്കി എടുക്കുന്നല്ലേ തൊട്ട് മുമ്പേ പഠിച്ചത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. റെക്ടാങ്കിൾ വരയ്ക്കാതെയും നമുക്ക് എന്ത് ചെയ്യാം? കണക്ക് ചെയ്യാം. തുടങ്ങിക്കോളുക. ആദ്യത്തെ പരിപാടി ഈ 5ഉം 3ഉം കൂടെ ഒന്ന് കൂട്ടുക. 5 3 കൂടെ കൂട്ടിയാൽ 8 സെന്റിമീറ്റർ നീളത്തിൽ നിങ്ങൾ ഒരു വര വരയ്ക്കുക. ഈ 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ആ വരയ്ക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. എത്രയാണ് എ ബിയുടെ നീളം? എത്രയാണ് എ ബിയുടെ നീളം? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന് പറയുന്ന ഒരു വര വരയ്ക്കാം. പഠിച്ചായിരുന്നു? ഇനി ഈ വരയെ രണ്ടായിട്ട് മുറിക്കണം. എത്രയൊക്കെ? 5ഉം 3ഉമായിട്ട്. 5ഉം. അപ്പോ എയിൽ നിന്ന് 5 സെന്റിമീറ്റർ വലത്തോട്ട് മാറി പി എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഓക്കെ. അപ്പൊ എ പി എത്ര ഉണ്ട്? എ പി എത്ര ഉണ്ട്? 5. പി ഡി എത്ര ഉണ്ട്? 3. ഓക്കെ. ഇത് നമ്മൾ മുമ്പത്തെ പടത്തിൽ സെമി സർക്കിൾ വരയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ?
രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നുകിൽ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കാം, അല്ലെങ്കിൽ എ ബിയുടെ മൊത്തം നീളം എത്ര? 8. 8ന്റെ മിഡ് പോയിന്റ് എത്ര വരും? 4. അപ്പോ എയിൽ നിന്ന് 4 സെന്റിമീറ്റർ വലത്തോട്ട് മാറി ഒരു പോയിന്റ് ഇടപെടുത്തുക. അതിനെന്ത് പേര് കൊടുക്കുക? ഹലോ, അതിനെന്ത് പേര് കൊടുക്കുക? ഓയ. അതിനെന്ത് പേര് കൊടുക്കുക? ഓയ. കൃഷ്ണ സാർ, ഇത്ര ഓക്കെ ആണോ? ആണ്. ഇനി കോമ്പസിന്റെ മുന ഓയിൽ കുത്തുക. കോമ്പസിന്റെ മുന പെൻസിലിന്റെ മുന എയിലോ പിയിലോ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് വരയ്ക്കുക? എന്ത് വരയ്ക്കുക? ഒരു സെമി സർക്കിൾ വരയ്ക്കുക. എന്ത് വരയ്ക്കുക? ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഒരു സെമി സർക്കിൾ വരയ്ക്കാം. അറിയോ? ഇനി ഒന്നുകിൽ പിയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. പിയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. പിയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആ പോയിന്റും പിയും കൂടി പിയും കൂടി സ്കെയിലും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിക്കാം. അത് സർക്കിളിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് നിർത്തണം. സർക്കിളിൽ മുട്ടുന്ന പോയിന്റിന് സി എന്ന് പേര് കൊടുക്കാം. സർക്കിളിൽ മുട്ടുന്ന പോയിന്റ് എന്ത് പേര് കൊടുക്കാം? അപ്പൊ പി സി എത്ര ആയിരിക്കും? ഹലോ, പി സി സ്ക്വയറിന്റെ വരെയാണ് 15. അപ്പോൾ പി സി എത്ര ആയിരിക്കും? റൂട്ട് 15. പി സി എത്രയാണ്? റൂട്ട് 15. ഈ റൂട്ട് 15 ആരാ? നമ്മൾ സൈഡോ? സൈഡ് നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡാണ് റൂട്ട് 15. ഇനി ഇതാണെന്ന് ഞങ്ങൾ സ്ക്വയർ വരച്ചാൽ പോലെ. അപ്പൊ അതിന് മുമ്പ് ചെറിയ പണിയും കൂടുണ്ട്. വേണ്ടേ? ഈ എ ബി എന്ന് പറയുന്ന വര ഒരല്പം വലത്തോട്ട് നീട്ടി വരയ്ക്കുക. എ ബി എന്ന് പറയുന്ന വര ഒരല്പം വലത്തോട്ട് നീട്ടി വരയ്ക്കുക. എ ബി എന്ന് പറയുന്ന വര ഒരല്പം വലത്തോട്ട് നീട്ടി വരയ്ക്കാം. വേണ്ടേ? പി തൊട്ട് സി വരെയുള്ള ദൂരം കോമ്പസിൽ അളക്കാം. പി തൊട്ട് സി വരെയുള്ള ദൂരം കോമ്പസിൽ അളക്കാം. ആണോ? കോമ്പസിന്റെ മുന പിയിൽ കുത്തിക്കൊണ്ട് വലത്തോട്ട് ആർക്ക് വരയ്ക്കുക. ഓക്കെ ഓക്കെ. കോമ്പസിന്റെ മുന പിയിൽ കുത്തിക്കൊണ്ട് വലത്തോട്ടൊരാർക്ക് വരയ്ക്കുക. കോമ്പസിലെ അളവ് മാറ്റരുത്. ഈ ആർക്കിൽ കുത്തിക്കൊണ്ട് മുകളിലോട്ടൊരാർക്ക് വരയ്ക്കുക. ഓക്കെ. അളവ് മാറ്റരുത്. സിയിൽ കുത്തിക്കൊണ്ട് വലത്തോട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. പഠിച്ചോ? ഈ രണ്ട് ആർക്കൂടെ കൂട്ടിമുട്ടിയ പോയിന്റിന് ഡി എന്ന് പേര് കൊടുക്കുക. ഈ താഴത്തേതിന് ഇ എന്ന് പേര് കൊടുക്കുക. സിയും ഡിയും കൂടെ യോജിപ്പിക്കുക. ഡിയും വിടുന്നില്ല, ഇയും കൂടെ യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പി സി ഡി ഇ എന്ന് പറയുന്ന ഒരു സ്ക്വയർ കിട്ടിയില്ലേ? ആ സ്ക്വയർ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടെ. അയ്യോ, കൃഷ്ണാഞ്ജലി പടം വരച്ചു കഴിഞ്ഞോ? കൃഷ്ണാഞ്ജലി വരച്ചു കഴിഞ്ഞോ?
വരച്ചു സാർ. ഓക്കെ.